അപ്പനെ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടാക്കിട്ട് വരുമ്പോ ഒത്തിരി വൈകിയല്ലേ? അതെങ്ങനെയാ? അവിടെ ചെന്നപ്പോഴേക്കും മൂപ്പര് വാക്ക് മാറിയില്ലേ? ഇനി ഒരിക്കലും കുടിക്കില്ല എന്നും പറഞ്ഞ് മരിച്ചുപോയ അമ്മച്ചിയെ തൊട്ട് സത്യം ചെയ്ത പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അതെ അതെ, പാവം. ഞാൻ കണ്ടു അപ്പനും മോനും കൂടെയുള്ള വരവ്. നല്ല ചേലായിരുന്നു. ഓ, കണ്ടൂല്ലേ? ഞാൻ വിചാരിച്ചു നീ ഉറങ്ങി കാണുന്നു. എവിടെ കടോൽക്കജൻ? ഉണർന്നില്ലേ? അപ്പാ, വേഗണിന്റെ പശുവിനുള്ള പിണ്ണാക്കെടുത്ത് വെള്ളത്തിലിട്ടേ. പോടാന്നോ? ദേ, മര്യാദക്കല്ലെങ്കിൽ ഞാൻ ആ ധ്യാന കേന്ദ്രത്തിൽ തന്നെ കൊണ്ടാക്കുവേ. ഞാൻ ചെന്നുണർത്താം. ഓ, നല്ല അപ്പനും മോനുവാ. വെറുതെ ചാക്കോ മാപ്പിളെ കുറ്റം പറഞ്ഞിട്ടെന്താ? സത്യത്തിൽ അവിടെ നിർത്തി പോരാൻ തന്നെ തീരുമാനിച്ചതാ. പക്ഷെ മനസ്സ് വരണ്ടേ? ഓ, അപ്പൻ വിളിച്ചിട്ട് എണീക്കണില്ലേ? മോനെ അപ്പാ, നല്ല കുട്ടിയായിട്ട് മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? അപ്പൻ ഒന്നിങ്ങി വന്നേ. അപ്പാ, ഹായ്. അപ്പൊ കളിക്കാണെങ്കിൽ എനിക്ക് വന്നേ. എന്താ എന്താ? ഏയ്, ഒന്നുമില്ലെന്ന്. ഇപ്പൊ കുറച്ചു മുമ്പ് കൂടി ഇവിടെ കിടന്ന് എന്നോട് തറുതല പറഞ്ഞതല്ലേ? നീ കൂടി കേട്ടാലടി. അപ്പാ, അപ്പാ, അപ്പാ. ദേ, മാള് കിടന്ന് കരയുന്ന കണ്ടില്ലേ? എണീറ്റേ. അതിന് വല്ല പുല്ലോ വെള്ളം എടുത്തു കൊടുത്തേ. അപ്പാ. ഭാഗ്യമുള്ള മനുഷ്യനാ. ആർക്കും ഒരു അല്ലലുണ്ടാക്കാണ്ട് പോയി. അപ്പം നല്ല ഉറക്ക. എത്ര വിളിച്ചിട്ട് എണീക്കണില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സിൽ ഒറ്റയിരിപ്പായിരുന്നില്ലേ? യാത്രാക്ഷീണം ഉണ്ടാവും. പിന്നെ ഇന്നലെ രാത്രി കിടക്കാൻ ഒരുപാട് വൈകി. വന്നു കഴിഞ്ഞ് കിടന്നും കുറെ നേരത്തേക്ക് എന്നെ കളിയാക്കി ചിരിക്കലായിരുന്നു. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. ചാക്കോ മാപ്പിള അങ്ങ് പോയിടി. അടക്കവും കഴിഞ്ഞ് എല്ലാരും പോയി. നീ കുടിക്ക്, വാ. അമ്മച്ചി പോയപ്പോ അപ്പന് ജീവിക്കാൻ ഞാനുണ്ടായിരുന്നു. അപ്പം പോയാ നീ ആർക്ക് വേണ്ടിയിടാ ജീവിക്കാന്ന് ഇന്നലെ ബസ്സിൽ വരുമ്പോ റീച്ച